നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മികച്ച ദൃഷ്ടാന്തമെന്ന് മുഖ്യമന്ത്രി. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ സജ്ജമാക്കിയ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചന. ചാലക്കുടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൻ അഗ്നിബാധ. ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീപിടിച്ചത്. തീകെടുത്തിയത് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ സൈക്കിളിന് കുറുകെ നായ ചാടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചികിത്സയ്ക്കായി കരുവന്നൂർ ബാങ്കിൽ നിന്നും നിക്ഷേപ തുക ലഭിച്ചില്ലെന്ന് കുടുംബത്തിന്റെ പരാതി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. തൃശൂർ ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കനത്ത മഴയെ തുടർന്ന് മണലൂർ പഞ്ചായത്തിൽ വ്യാപക വെള്ളക്കെട്ട്. 5-ാം വാർഡിലെ വിശുദ്ധി അങ്കണവാടി ഉൾപ്പെടെയുള്ള പരിസരത്തെ 10 വീടുകൾ വെള്ളക്കെട്ടിലായി. കനത്ത മഴ തുടരുന്നതിനിടയിൽ മനക്കുടി കോടന്നൂർ റോഡിൽ വെള്ളം കയറി. സമീപത്തെ പടവിലെ സ്ലൂയിസുകൾ അടച്ചിട്ടതിനാലാണ് റോഡിലേക്ക് വെള്ളം കയറിയതെന്ന ആക്ഷേപം. വാഗയിൽ കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് പശു ചത്തു. വാഗ മാണിക്കത്ത് വിശ്വനാഥന്റെ പശുവാണ് ചത്തത്. ഏകദേശം 80,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മാള വടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. ചാത്തംകുടം വീട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് സമീപവാസിയുടെ പറമ്പിലെ തെങ്ങ് വീണത്. കാട്ടൂർ പൊഞ്ഞനം പുതുക്കുളം കവിഞ്ഞതിനെ തുടർന്ന് റോഡിൽ വെള്ളം കയറി. മഹിളാ സമാജം പൊഞ്ഞനം ലിങ്ക് റോഡിലാണ് വെള്ളം കയറിയത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. നാളെയാണ് കൊട്ടിക്കലാശം. ബുധനാഴ്ച നിശബ്ദ പ്രചാരണം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ലക്കിടി പാലപ്പുറത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബൈക്കിലും വൈദ്യുതി തൂണിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി 28 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. മാളയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റാരോപിതനായ വലിയ പറമ്പ് സ്വദേശി PO ഷാജി ഒളിവിലാണെന്ന് പോലീസ്. നോർത്ത് പറവൂരിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെ കുന്നംകുളത്ത് കണ്ടെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. കേരള കർഷക സംഘം തെക്കുംകര വില്ലേജ് സമ്മേളനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് PR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാം തൃശൂർ ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. മുരളി പെരുന്നില്ലി MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ TNP+ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് ഗ്രാമസഭാ ഹാളിൽ നഗരസഭാ കൗൺസിലർ K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സമയത്തിൽ വരുത്തിയ മാറ്റം വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്ന് KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം പാവർട്ടി മേഖലാ സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് കൊടകരയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ MN അഞ്ജു പ്രിൻസ് ജോൺ, P രാധാകൃഷ്ണൻ, E ശശാങ്കൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്കാര സാഹിതി ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ണുത്തിയിൽ നെഹ്റു ഇന്ത്യയുടെ ശില്പി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരനും അഭിഭാഷകനുമായിരുന്ന M കൃഷ്ണൻകുട്ടിയുടെ സ്മൃതിഗ്രന്ഥമായ ദീപ്തം കൃഷ്ണം സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജി പ്രിയ ചന്ദ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു.
കലാമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സൗണ്ട്സ് ഗുഡ് ഏർപ്പെടുത്തിയ പ്രഥമ പി ജയചന്ദ്രൻ സ്മാരക പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. ഈ മാസം 29-ന് വൈകിട്ട് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ബിജിപാൽ, BK ഹരിനാരായണൻ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. ടൗൺ ഹാളിൽ നടക്കുന്ന വായനാ പക്ഷാചരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഡിഫറൻറ്റ്ലി ഏബിൾഡ് വെൽഫെയർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിഫറൻറ്റ്ലി ഏബിൾഡ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ രക്ഷാധികാരി M. ബാലാജി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് KK മേനോൻ ഷെഡിന് സമീപത്തെ തണ്ണീർത്തടം കരകവിഞ്ഞൊഴുകി. അന്തിക്കാട് സെന്റർ, വാമനമൂർത്തി ക്ഷേത്ര പരിസരം, KK മേനോൻ ഷെഡിന്റെ പടിഞ്ഞാറ് ഭാഗം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ പുറമ്പോക്ക് തോട്ടിലെ ഒഴുക്ക് നിലച്ചതാണ് വെള്ളം കയറാനിടയാക്കിയത്. മഴോത്സവം സീസൺ 9-ന് ആറങ്ങോട്ടുകരയിൽ തുടക്കമായി. സാമൂഹിക പ്രവർത്തകൻ രതീഷ് വരവൂർ ഉദ്ഘാടനം ചെയ്തു. 3 മാസം നീണ്ടു നിൽക്കുന്ന മഴോത്സവം ഓഗസ്റ്റിൽ സമാപിക്കും. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SSLC ബാച്ച് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ സമാദരണ ചടങ്ങ് നടന്നു. അനുമോദന യോഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് സജി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വ്യാജ LSD ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിനെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടാൻ പോലീസ് കോടതിയെ സമീപിക്കും. ലിവിയ ജോസിനെയും കേസിലെ 1-ാം പ്രതി നാരായണദാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ചേലക്കരയിൽ ബസിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇളനാട് തേക്കിൻകാട് വീട്ടിൽ രാജന്റെ മകൻ 27 വയസ്സുള്ള അനൂജാണ് മരിച്ചത്. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കണ്ടാണശ്ശേരിയിൽ പാചകപ്പുരയും തൊഴുത്തും തകർന്നു വീണു. നമ്പഴിക്കാട് കമ്മട്ടിക്കാട്ടിൽ ജിഷ സുഗുവിന്റെ വീടിന് പിന്നിലെ ഷീറ്റ് മേഞ്ഞ കെട്ടിടമാണ് തകർന്നു വീണത്. ദേശീയ കളരി ചാമ്പ്യൻഷിപ്പിൽ 2-ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനി ശ്രീഭദ്രയെ ചാഴൂർ KKG കളരി സംഘം അനുമോദിച്ചു. അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 13ാമത് മലബാർ രാമൻ നായർ സ്മൃതി പുരസ്കാരത്തിന് തുള്ളൽ കലാകാരൻ കരിവള്ളൂർ രത്നാകരനെയും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരത്തിന് അനീഷ് മണ്ണാർക്കാടിനെയും തെരഞ്ഞെടുത്തു. 10,001 രൂപയും പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 29-ന് ഗുരുവായൂരിൽ സമ്മാനിക്കും. ചെറുതുരുത്തിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് കർഷക കോൺഗ്രസ് നേതാവിന് ഗുരുതര പരിക്കേറ്റു. തെക്കുംകര പഴയന്നൂപ്പാടം സ്വദേശി സണ്ണി മാരിയിലിനാണ് പരിക്കേറ്റത്. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞു നിന്നതാണ് അപകടത്തിന് കാരണം. പാലപ്പള്ളി നടാംപാടത്ത് വീടിന് നേരെ കാട്ടാന ആക്രമണം. നടാംപാടം ചെമ്പലങ്ങാട് പാലാപ്പറമ്പിൽ ആസിയുടെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം നടത്തിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.